വൈറ്റാലിറ്റി ക്യൂൻസിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒന്ന് രണ്ട് ചേച്ചിമാർ പറഞ്ഞു, മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് എക്സസൈസ് തുടങ്ങണമെന്നുണ്ട്, പക്ഷേ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട്, പിന്നെ പൊണ്ണത്തടിയുണ്ട്, നടുവേദനയുണ്ട്, മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. അത് കാരണം തുടങ്ങാനായിട്ട് എക്സസൈസ് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, പുഷപ്പ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയുന്നു, തൽക്കാലം നിങ്ങൾ പുഷപ്പ് ചെയ്യണ്ട, പക്ഷേ നിങ്ങളെ സഹായിക്കാനായിട്ട് മൂവ്മെൻറ്റ് ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന കുറച്ച് ട്രിക്സാണ് നിങ്ങൾക്ക് തരാനെന്ന് പറയാം. അത് പുഷപ്പുമായി ബന്ധപ്പെട്ടത് തന്നെ ആവണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ യോഗയിൽ നിന്ന് 2 പോസ്, പുഷപ്പുമായി ബന്ധപ്പെട്ട 2 പോസാണ് നിങ്ങളുമായിട്ടിന്ന് പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ പല ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ പല ലെവലുകളുണ്ട്. നമുക്ക് വളരെ ലഘുവായിട്ടുള്ള ലെവലിൽ നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചതുരംഗ ദണ്ഡാസനം എന്നുള്ള ആസനമാണ്. ചതുരംഗ ദണ്ഡാസനം, ദണ്ഡ് മീൻസ് സ്റ്റാഫ്, നമ്മൾ ഒരു വടി പോലെ ഇങ്ങനെ നിൽക്കുക, ഒരു ദണ്ട് പോലെ ഇങ്ങനെ നിൽക്കുക, വടി പോലെ നിൽക്കുക. അത് ചതുരംഗം, വളരെ സ്ക്വയറായിട്ട് ശരീരത്തെ ഒരു സ്ക്വയറാക്കിയ അതിന് സ്ട്രോങ് ആയി പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഒരു രഹസ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യായാമ മുറകൾ, ഈ ആസനകൾ നമ്മൾ പുഷപ്പ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണ്. നമ്മൾ ശരിയായി ചെയ്താൽ പുഷപ്പ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് ഇത് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഘട്ടം, നമ്മൾ മുട്ടിലിരുന്നിട്ട് കൈകൾ രണ്ടും നമ്മുടെ മുൻകൈകൾ നിലത്ത് വച്ചിട്ട് മുഷ്ടി നന്നായിട്ട് ചുരുട്ടിയിട്ട് കാല് പിന്നിലേക്ക് എടുക്കുക, കാല് പിന്നിലേക്ക് വെച്ച് മുട്ടിൽ മേൽ നിൽക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മൂവ്മെൻ്റാണ്. ഓക്കെ, ഇത് ഇത്രയും ചെയ്യാമല്ലോ, ഇത് ഈസിയാണല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ എൽബോസ് ഷോൾഡറിൻ്റെ ലെവലിൽ വരിക. ഓക്കെ, എന്നിട്ട് അബ്ഡമൻ നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് സ്പൈനോട് ചേർത്ത് വയ്ക്കണം. പരമാവധി സ്പൈനോട് ചേർത്ത് വച്ചിട്ട് നമ്മുടെ നെഞ്ചിൻ കൂട് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യണം. ഞാൻ നെഞ്ചിൻ കൂട് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം, യോഗയിൽ സാധാരണ നമ്മൾ അബ്ഡമൻ ഉപയോഗിച്ചാണ് ബ്രീത്ത് ചെയ്യാറ്. ചില ആസനകളിൽ നമ്മൾ അബ്ഡമൻ ലോക്ക് ചെയ്യും, അബ്ഡമൻ സ്ട്രോങ് ആയിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ചെസ്റ്റിൽ ബ്രീത്ത് ചെയ്യും. അത് ചില ആസനങ്ങളിൽ, അതിലൊന്നാണ് ഇത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് 1 മിനിറ്റ് ബ്രീത്ത് ചെയ്യാം. ഓക്കെ, തുടക്കക്കാർക്ക് ഇവിടെ തുടങ്ങാം. പക്ഷേ ഇത് വളരെ ഈസിയായിട്ട് തോന്നുന്നവർക്ക് നമ്മുടെ കാൽ വിരലുകൾ നിലത്ത് കുത്തിയിട്ട് മുട്ട് നിവർത്തിയിട്ട് നമ്മുടെ പെൽവിസ് ഉണ്ടല്ലോ, അതിന് ഉള്ളിലേക്ക് ആക്കുമ്പോഴേക്ക് അബ്ഡമൻ തനിയെ ഉൾവലയും സ്പൈനിൻ്റെ അടുത്തോട്ട് വരും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നെഞ്ചിൽ ബ്രീത്ത് ചെയ്യുക, നമ്മുടെ റിബ് കേജ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുക, അബ്ഡമൻ ടൈറ്റാക്കി പിടിക്കുക, 1 മിനിറ്റ് പിടിക്കുക. അപ്പോൾ 1 മിനിറ്റ് എങ്ങനെ അറിയാൻ പറ്റും? വാച്ച് നോക്കാതെ നമുക്ക് വാച്ച് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, യോഗയിൽ ഉപയോഗിക്കുന്നൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ലോങ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക. ലോങ് എന്ന് പറയുമ്പോഴേക്കും ഒരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഒരു 6-8 സെക്കൻഡ് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്ക് അതൊരു 10 മുതൽ 12 സെക്കൻഡ് വരെ ഒരു ശ്വാസോച്ഛ്വാസത്തിന് സമയമെടുക്കും. ഒരു ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്യാനായിട്ട് ഒരു 10 to 12 സെക്കൻഡ്, 10-12 സെക്കൻഡ് എടുക്കും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കൊരു 5-6 സെക്കൻഡ്, അല്ല 6 റൗണ്ട് ബ്രീത്ത് ചെയ്യുമ്പോഴേക്കും 1 മിനിറ്റ് ആവും. ഒരു 7 സേഫ്റ്റി സേക്കിന് വേണ്ടി ഒരു 7 ബ്രീത്തിങ്. ഇപ്പോൾ 7 ബ്രീത്തിങ്, പക്ഷേ ചെറുതായിട്ട് നമ്മൾ ഈ പട്ടിയെ പോലെ ബ്രീത്ത് ചെയ്യരുത്, വളരെ റാപ്പിഡായിട്ട്. അതുകൊണ്ട് ഗുണമില്ല. നമ്മൾ വളരെ സ്ലോ ആയിട്ട് ആനയെ പോലെ ബ്രീത്ത് ചെയ്യണം. അത് വളരെ സ്ലോയിൽ ഉള്ളിലേക്ക് എടുക്കുക, വളരെ സ്ലോയിൽ പുറത്തേക്ക് വിടുക. ഓക്കെ, അങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോഴേക്ക് ഒരു 5 മുതൽ 7 1 മിനിറ്റ് തികയും. അത്രയും ഈസിയാണല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ ചെയ്യാം, ഇവിടെ വന്നിട്ട് പിന്നെ കാല് നിവർത്താം. ഓക്കെ, ഇത് ചതുരംഗ ദണ്ഡാസനത്തിൻ്റെ ഒരു പോസാണ്. ഇനി അതിൻ്റെ ഫുൾ വേർഷൻ എന്ന് പറയുന്നത്, നമ്മൾ പുഷപ്പിന് ചെയ്യും പോലെ ഷോൾഡറിന് താഴെ കൈകൾ വയ്ക്കുക.
കാലുകൾ നിവർത്തി വയ്ക്കുക. നിവർത്തി വച്ചിട്ട് പുഷ് ഡൗൺ ചെയ്യുക, താഴോട്ട് വരിക. ഓക്കെ, താഴോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ ഇത് കൈകൾക്ക് നല്ല ബലം ആവശ്യമുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൈ കുത്തി, നമ്മുടെ മുൻകൈകൾ കുത്തി ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇത് കുറേ കൂടെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകുമ്പോഴേക്ക് ഇത് ചെയ്യുക. പുഷ് ഡൗൺ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇതാണ് ചതുരംഗ ദണ്ഡാസനം. ഓക്കെ, ഇവിടെ നിന്ന് ബ്രീത്ത് ചെയ്യാം 1 മിനിറ്റ്. ഓക്കെ, അതിന് രണ്ടാമത്തെ ലെവൽ. ഇനി പുഷ് അപ്പ് ചെയ്യുന്നതല്ലേ, നമ്മൾ ഇവിടെ നിന്ന് പുഷ് അപ്പ് ചെയ്ത് വരുന്ന പൊസിഷനെ യോഗയിൽ നമ്മൾ വിളിക്കുന്നത് സന്തോലൻ ആസന എന്നാണ്. അപ്പോൾ ബാക്കി എല്ലാ നിയമങ്ങളും സെയിമാണ്. കാൽ മസിൽസ് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കണം, അബ്ഡമൻ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കണം. പിന്നെ അപ്പർ ബാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സ്, തോൾ പലക സ്പൈനിൽ നിന്ന് കുറച്ച് ദൂരോട്ട് കൊണ്ടുവരണം. ഒരുപാട് വളയ്ക്കരുത്. ഒരുപാട് വളച്ചു കഴിഞ്ഞാൽ ഇന്ന് മോഡേൺ വേൾഡിൽ കണ്ടുവരുന്ന പുതിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരുപാട് പേര് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ബാക്കിലൊരു അൺനാച്ചുറലായിട്ടുള്ള ഒരു കർവ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴേക്ക് ബോഡിക്ക് അതിൻ്റെ കറക്റ്റ് ശരീരത്തിൻ്റെ കറക്റ്റ് പോസ്റ്ററിലേക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഓവറായിട്ട് ആർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ആർച്ച് ചെയ്യരുത്. ഷോൾഡർ ബ്ലേഡ്സ് കുറച്ചൊന്ന് പുറത്തോട്ട്, സ്പൈനിൻ്റെ പുറത്തോട്ട് ആക്കുക. ഇനി രണ്ടാമത്തെ വേറൊരു കാര്യം, ഒരുപാട് പേര് പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ഹിപ്പ് റിലാക്സ്ഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. അത് ഇഞ്ചുറിക്ക് കാരണമാകും, എഫക്റ്റീവ്നെസ് കുറയും. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ബാക്കിന് പെയിൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഹിപ്സ് മുകളിൽ വെച്ചുകൊണ്ട് ചെയ്യരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഹിപ്പിങ്ങനെ മുകളിൽ വച്ചിരിക്കരുത്. ഇവിടെ വയ്ക്കുമ്പോഴും നമുക്ക് ഗുണം കുറയും. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ അബ്ഡോമിനിലെ ടൈറ്റ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ അവിടെയും ഗുണമില്ല. അപ്പോൾ അത് ഫ്ലാറ്റായിട്ട് നമ്മുടെ ഉപ്പുറ്റി മുതൽ തല വരെ ഒരേ ലെവലിൽ ഒരു ലൈനിൽ വരണം. ഓക്കെ, അപ്പോഴാണ് അത് ചതുരംഗ ദണ്ഡാസനമായിട്ട് മാറുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സന്തോലനാസനത്തിലും നമ്മൾ ഒരേ ലെവലിൽ വരണം. ഇതാണ് ഇന്നത്തേക്കുള്ള നമുക്ക് ഇപ്പോൾ തുടങ്ങാവുന്നത്. ഇനി ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. നമ്മുടെ വശങ്ങളിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. അത് നമ്മൾ ഒരു കയ്യിൽ ചെയ്യുന്നതാണ്. ഈ സന്തോലനാസനം തന്നെ ഒരു കയ്യിൽ ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് ഈ സ്ട്രെച്ച് ചെയ്യുന്നത് തുടക്കക്കാർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ മുകളിലത്തെ കാല് ഫ്രണ്ടിൽ കൊണ്ടൊന്ന് അത് സപ്പോർട്ട് ചെയ്യാം. അതും ഡിഫിക്കൽട്ടാണെന്നുണ്ടെങ്കിൽ കൈ താഴെ വച്ചിട്ട് ആദ്യം ഒരു കാല് സ്ട്രെയിറ്റ് ചെയ്യാം, പിന്നെ മറ്റേ കാല് സ്ട്രെയിറ്റ് ചെയ്യാം, നമുക്കിങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ കൈ ഉയർത്താം. അപ്പോൾ നമുക്ക് ഉടനെ ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ സ്ട്രോങ് ആയിട്ട് മസിൽസ് ടൈറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ പിടിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻറ്റ്. ഇപ്പോൾ പുഷപ്പിലെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോസ്റ്ററിൻ്റെയും ഡൈനാമിക്കായിട്ടുള്ള വേർഷനാണ് പുഷപ്പ്. പക്ഷേ നമ്മൾ ഡൈനാമിക്കായിട്ട് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഒരു പോസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയുക. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ആൽവാരോ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവളൊരു എൻജിനീയറാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നപ്പോഴേക്ക് അയാൾക്ക് എക്സസൈസ് ചെയ്യാനൊന്നും താല്പര്യമില്ലായിരുന്നു, മെഡിറ്റേഷന് താല്പര്യമുണ്ടായിരുന്നു. അയാൾ മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങി 1 മണിക്കൂർ 1.5 മണിക്കൂർ അയാൾ നിസ്സാരമായിട്ടിരിക്കും, അയാൾക്ക് കുഴപ്പമില്ല. ആ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ആ ഒറ്റ ഇതിൽ മാത്രമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഏകദേശം 1 മാസം കൊണ്ട് 11 കിലോ കുറഞ്ഞു. വേറെ ഒന്നും ചെയ്യില്ല, വേറൊരു എക്സസൈസ് ചെയ്യില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂറും അയാൾ മെഡിറ്റേഷനിലിരിക്കും. ഞാൻ പറഞ്ഞു വരുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെയിറ്റ് പൊണ്ണത്തടി കുറയാനോ അല്ലെങ്കിൽ ശരീരം ദൃഢമാക്കാനോ ബലപ്പെടുത്താനോ നമുക്ക് ഡൈനാമിക്കായിട്ട് എക്സസൈസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്കൊരു പോസ്റ്റിൽ തന്നെ ഇരുന്നാൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് കിട്ടിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചതുരംഗ ദണ്ഡാസനത്തിലോ സന്തോലനാസനത്തിലോ നമ്മൾ സ്ഥായിയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശീലമില്ലാത്തൊരു ശരീരത്തിൽ 10 സെക്കൻഡ് കൊണ്ട് നമ്മുടെ മൊബൈലിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, കോൾ വരുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ശരീരം വിറച്ചു തുടങ്ങും. 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക.
പക്ഷേ കാലക്രമേണ അത് ബെറ്ററായി വരും. നമ്മുടെ ആരോഗ്യശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ സന്തോലൻ ആസനത്തിൽ നമുക്ക് നല്ല ആരോഗ്യവാനായ ഒരാൾക്ക് സന്തോലനാസനത്തിൽ 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഷെയ്ക്കിംഗ് ഇല്ലാതെ കംഫർട്ടബിളായിട്ട് നിൽക്കാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കാൻ കഴിയാത്തവർക്ക് ബോഡി വീക്കാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. പുഷപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ തുടങ്ങാം. ഓക്കെ, ഇനി പുഷപ്പ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഈ 2 പോസ്റ്ററാണെന്ന് പറഞ്ഞു. ഒന്ന് ചതുരംഗ ദണ്ഡാസനം, ഒന്ന് സന്തോലനാസനത്തിൻ്റെയും ഡൈനാമിക് വേർഷനാണ് പുഷപ്പ് ചെയ്ത് പുഷ് ഡൗൺ ചെയ്യുക. ഈ ലെവൽ വരിക, ചതുരംഗ ദണ്ഡാസനത്തിൽ വരിക, താഴെ, അതായത് നമ്മുടെ ഈ അപ്പർ ആം പാരലായിട്ട് വരിക, തറയ്ക്ക് പാരലായിട്ട് വരിക, കാലും അബ്ഡമനും ഒക്കെ ആക്റ്റീവാക്കി നിർത്തുക. ഇനി ഇതിൻ്റെ പുഷ് അപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ആംസ് വേർട്ടിക്കലായിട്ട് വരിക. ഇങ്ങനെ വരുമ്പോഴേ ശരിക്കും പുഷപ്പ് ആവുള്ളൂ. പക്ഷേ അത് എല്ലാവർക്കും തുടക്കത്തിൽ ചെയ്യാനായിട്ട് വന്നു വരില്ല. ഇനി നമ്മളെ പലരും പുഷപ്പ് ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുമാത്രം പുഷപ്പ് ചെയ്യുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലല്ല കാര്യം, അതിൻ്റെ ക്വാളിറ്റിയിലാണ് കാര്യം, ക്വാണ്ടിറ്റി അല്ല. ക്വാണ്ടിറ്റി നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ശരിയായിട്ടാണെങ്കിൽ ഒരു 10 പുഷപ്പ് ചെയ്താൽ പോലും നമുക്ക് ഫീൽ ചെയ്യും ബോഡി. അതുകൊണ്ടാണ് ശരിയായിട്ട് ചെയ്ത് തുടങ്ങുന്നവർക്ക് 5, 6, 10, 15 ചെയ്യുമ്പോഴേക്ക് തളർന്നു പോകുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, പുഷപ്പ് ചെയ്യുന്നവർ പുഷ് ഡൗൺ ചെയ്യുമ്പോഴേക്ക് ഈ പാർട്ട് പാരലായിട്ട് വരുന്നത് നോക്കുക. പുഷ് അപ്പ് ചെയ്യുമ്പോഴേക്ക് ആംസ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇനി അടുത്ത പുഷ് ഡൗണിലേക്ക് പോകാവൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ ഇന്നത്തേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സഞ്ചറിലോ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയക്കാം. ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പരമാവധി ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്ര ഞങ്ങൾ സഹായിക്കാം. പക്ഷെ എല്ലാവരും ഒരു നിത്യവ്യായാമത്തിൻ്റെ ഒരു ശീലത്തിലേക്ക് വരണം. അത് നമ്മൾ വന്നാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക. അതിന് കാര്യം, ഇപ്പോൾ കുടുംബത്തിൽ ഞാൻ ഒരാൾ മാത്രം ആരോഗ്യത്തോടെ ഇരുന്നത് കൊണ്ട് കുടുംബം സന്തുഷ്ടമാവില്ല. കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നാൽ കുടുംബം മുഴുവനും സഫർ ചെയ്യും, അല്ലേ? കുടുംബത്തിലെല്ലാവരെയും അത് ബാധിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിലെ സ്ത്രീകൾ, അത് പെൺകുട്ടികളാവും അമ്മയാവും, നമ്മളെ കുടുംബത്തെ മുഴുവനും പോറ്റി വളർത്തുന്ന അമ്മയ്ക്ക് ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരെയും ബാധിക്കും, അല്ലേ? അപ്പോൾ ആരോഗ്യസമ്പൂർണമായ ഒരു കുടുംബം, ആരോഗ്യസമ്പൂർണമായ ഒരു സമൂഹം, അതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ എളുപ്പമല്ല ഇത് നേടിയെടുക്കാനെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് കഷ്ടപ്പെടണം, നിരന്തരം കഷ്ടപ്പെടണം. ഒരു ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ മാറാവുന്നതല്ല നമ്മുടെ ഈ ശീലങ്ങൾ. അപ്പോൾ അതിന് ഈ കായിക ലോകത്ത് വെന്നിക്കുടി പാറിച്ച എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇത് തുടങ്ങണം. ഈ സ്പോർട്സ് ചെയ്യുന്ന പലരുടെയും കുടുംബത്തിൽ അവർ മാത്രമേ ചെയ്യാറുള്ളൂ, പക്ഷെ മറ്റുള്ളവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങളുടെ കുടുംബക്കാരെയും ഉൾപ്പെടുത്തുക. അത് 50 വയസ്സായാലും 100 വയസ്സായാലും വേറെ അവരെ കുറച്ചെങ്കിലും നടക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ 60 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് പ്രായമായി പോയ ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇവിടെ 70, 80, 90 വയസ്സായിട്ടുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവർ കുറച്ച് നേരമെങ്കിലും ഇറങ്ങി നടക്കുകയും സോഷ്യലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പുതിയൊരു തുടക്കത്തിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് പരിശ്രമിക്കാം. ഓക്കെ, ഞങ്ങളെ സഹായിക്കാനായിട്ട് താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം. മുന്നോട്ട് വരിക, ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഉദ്യമത്തെ വിജയിപ്പിക്കാം. വീണ്ടും നമസ്കാരം. അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.